ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകരോട് ഒരുമിച്ച് ദൈവസഭ വളരുന്നതിനെ ഓർത്ത്, ആത്മീയ കാഴ്ചപ്പാടിൽ ദൈവസഭ നിലനിൽക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സഹായം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം, സഭയോടുള്ള നിങ്ങളുടെ ലോയൽറ്റി, നിങ്ങളുടെ ഫെയ്ത്ത്ഫുൾനെസ് കർത്താവിൻ്റെ സഭയെ നിങ്ങളുടെ ഹൃദയത്തിൽ വഹിക്കുകയും ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന് ദൈവം നിങ്ങൾക്കെല്ലാവർക്കും പ്രതിഫലവും അനുഗ്രഹവും തന്ന് നിങ്ങളെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ആൻറ്റുവിന് പ്രത്യേക നന്ദിയെ ദൈവത്തിൽ അറിയിക്കുന്നു. അതുപോലെ എല്ലാ ശുശ്രൂഷകർക്കും ഇല്ലാതിരുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ സഭയെ ആത്മീയമായി നടത്തുവാൻ, നയിക്കുവാൻ ദൈവസഭ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരെല്ലാം അത് കൃത്യതയോടും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും ദൈവഭക്തിയോടും ചെയ്തതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ എല്ലാവർക്കുമുള്ള നന്ദിയെയും സ്നേഹത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ വിഷയം ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം എന്ന വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10 പോയിൻറ്റുകൾ, ഒത്തിരി കാര്യങ്ങൾ ശിഷ്യത്വം എന്ന വിഷയത്തിൽ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിപ്രധാനമായ 10 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട്, അതിൽ വചനത്തിൻ്റെ പിൻബലം, നിലപാടുകൾ, ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ മുന്നോട്ട് ശിഷ്യത്വത്തിൽ കർത്താവ് നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നയിക്കുന്നു എന്നുള്ളത് അല്പമായി പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. 10 കാര്യങ്ങൾ. ഒന്ന് പെട്ടെന്ന് പറയട്ടെ, എല്ലാവർക്കും അറിവുള്ളതാണ്, എന്നാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ഉണർത്തുന്നു. പാഷൻ ഫോർ ക്രൈസ്റ്റ്. ഒരു ക്രിസ്തു ശിഷ്യന് ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നതിന് ഒരു പാഷൻ ഇല്ലെങ്കിൽ ആൾ പരാജയപ്പെടും. പേരിന് മാത്രം ശിഷ്യൻ എന്ന് പേര് പറയാം. ഒരു പാഷൻ, ആമേൻ, ഒരു അഭിവാഞ്ച, ഒരു വലിയ താല്പര്യം, അടങ്ങാത്ത ആവേശം, ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വളരുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ആത്മാവിൻ്റെ നിയോഗം ഏറ്റെടുത്ത് നടക്കുവാൻ ഒരു പാഷൻ ഉള്ളവർക്ക് മാത്രമേ ഒരു നല്ല ശിഷ്യനായി ലോകത്ത് ജീവിക്കാൻ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ക്വാളിറ്റി പാഷൻ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സ്നേഹിച്ച് അവൻ്റെ വേല ചെയ്യുവാനുള്ള പാഷൻ. അത് ഊർജത്തിലും രക്തത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും അതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി ക്രിസ്തു ശിഷ്യൻ്റെ. നിങ്ങളെ അത്തരത്തിലേക്ക് ക്രിസ്തു യേശു നയിക്കുമാറാകട്ടെ. നിങ്ങൾക്കും എനിക്കും നമുക്കും സഭയ്ക്കും കർത്താവിനോട് ഒരു പാഷൻ, അവൻ്റെ വേലയോട് ഉണ്ടായിരിക്കുമാറാകട്ടെ. സെക്കൻഡ്, കമ്മിറ്റ്മെൻറ്റ് ടു ദ വേർഡ്. ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയും സമർപ്പണവും. വചനം പഠിക്കാതെ, വചനത്തിൽ വളരാതെ ഒരിക്കലും ഒരു ക്രിസ്തു ശിഷ്യന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ദൈവവചനമാണ് അവൻ്റെ ഉച്ഛ്വാസവായു. വചനം പഠിച്ച് വചനത്തിൽ വളരുക എന്നുള്ളതാണ് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ, നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാൻ വചന പഠനമല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. വചനം പഠിക്കുമ്പോൾ വചനമെന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദർശിക്കാൻ പറ്റും. നമ്മുടെ കുറവുകളെ വചനം നമ്മെ ബോധ്യപ്പെടുത്തും. നാം എവിടെ ക്രമീകരണം പ്രാപിക്കണം, എവിടെ നാം വളരണം, എത്രമാത്രം ക്രിസ്തുവിൽ നമ്മൾ ഏകാഗ്രമായിരിക്കണം. ക്രിസ്തു ശിഷ്യൻ അതിപ്രധാനമായി ഹൃദയത്തിൽ ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ, ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യമാണ് വചനത്തോടുള്ളവൻ്റെ കമ്മിറ്റ്മെൻറ്റ്. ഒരു സാഹചര്യങ്ങളോ, ഒരു പ്രലോഭനങ്ങളോ, ഒരു വീഴ്ചകളോ എന്തും ദൈവവചനത്തിൽ നിന്നവനെ മാറ്റി നിർത്താൻ സാധ്യമല്ല. വചനം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വചനത്തിലൂടെ മാത്രമേ ഒരുവന് ക്രിസ്തു ശിഷ്യനായി വളരുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 3, കൺസിസ്റ്റൻസി ഇൻ പ്രെയർ. പ്രാർത്ഥിക്കാത്ത ഒരുവനും ക്രിസ്തു ശിഷ്യനായി വളരാൻ കഴിയില്ല. പ്രാർത്ഥന, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഏറ്റവും അതിശക്തമായ ആത്മീയ ആയുധമാണ്, സ്പിരിച്വൽ വെപ്പണാണ് പ്രാർത്ഥന. ലോകത്തിൽ ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ ഭൂഖണ്ഡങ്ങൾ കടന്നു ചെല്ലുന്നതാണ് ബാലിസ്റ്റിക് മിസൈൽ. എന്നാൽ പ്രാർത്ഥനയെന്ന ആത്മീയായുധം ഭൂഖണ്ഡങ്ങളെ കടന്നു ചെല്ലുന്നതും പ്രകാശത്തേക്കാൾ വേഗത്തിലോടുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നൊരു ദൈവമനുഷ്യന് മുന്നിൽ ഒരു ശക്തിക്കും നിൽക്കാൻ സാധ്യമല്ല എന്ന് വചനം, വിശുദ്ധന്മാരിലൂടെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മുട്ടുമടക്കിയ എല്ലാവരോടും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കമ്മിറ്റ്മെൻറ്റാണ് അവരോട്, അവരുടെ അപേക്ഷയോട് അവൻ പോസിറ്റീവായി, ആമേൻ, ക്രിസ്തുവിൽ വളരാനുള്ള താല്പര്യമാണെങ്കിൽ കർത്താവ് പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അവൻ റെസ്പോണ്ട് ചെയ്യും പ്രാർത്ഥനയിൽ നമ്മളോട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ
തുടർമാനമായ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ പ്രാർത്ഥിക്കുന്നത് കർത്താവിനോടുള്ള ഓൺ ഗോയിങ് കമ്മ്യൂണിക്കേഷനാണ്. ദറ്റ് ഇസ് പ്രയർ. ഹല്ലേലൂയ. ചിലപ്പോൾ ചിലരിരുന്ന് ഒത്തിരി നേരം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കും, ചിലർക്കതിന് കഴിയത്തില്ല. ചിലർ ആത്മാവിൽ ജാഗരിച്ചു പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തിൽ നിങ്ങൾ ജാഗരിപ്പീൻ. രണ്ട് കാര്യം അതിപ്രധാനമായ കാര്യമാണ്. നന്ദിയുള്ള ഹൃദയം പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുന്നവൻ സ്തോത്രം ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കൺസിസ്റ്റൻസി ഇൻ പ്രയർ, തുടർമാനമായ വിത്തൗട്ട് ഫെയിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് സംസാരിക്കുക. ഏത് ഘട്ടത്തിലും, നിരാശയിലും വേദനയിലും ഭാരത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് സംസാരിക്കുവാൻ പറ്റുന്ന, ആ സംസാരത്തെ കേൾക്കുന്ന, അതിനെ നന്നായി ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെ, അവൻ്റെ ചിന്തകളെ, അവൻ്റെ ആകുലതകളെ മനസ്സിലാക്കുവാൻ ഈ ലോകത്ത് ആർക്കും കഴിയത്തില്ല. പക്ഷേ കഴിയുന്നവൻ ഒരുവനുണ്ട്. അവനോട് സംസാരിക്കുവാൻ, അവനോട് നമ്മുടെ ആകുലതകൾ പങ്കുവെക്കാൻ, അവനോട് നമ്മുടെ പ്രാർത്ഥന സ്വരം അവൻ്റെ സന്നിൽ ഉയർത്തുവാനാണ് ഒരു ദൈവവേദൽ ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പ്രാർത്ഥന അനുഗ്രഹമാണ്. ക്വാളിറ്റീസ് ഓഫ് എ ഡിസൈപ്പിൾ. പ്രാർത്ഥിക്കുന്ന ഒരുവനാണ് ആത്മീയമായി വളരുവാൻ സാധ്യമാണ്. അവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. 4, വില്ലിങ്നെസ് ടു സെർവ്. കർത്താവിനെ സേവിക്കണമെങ്കിൽ അടുത്തുള്ളവനെ സേവിക്കണം, ശുശ്രൂഷിക്കണം. കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരെ താഴെ ഇറങ്ങി മേൽവസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് അരയിൽ തോർത്ത് കെട്ടി ശിഷ്യന്മാരുടെ കാലവൻ കഴുകി. സർ, മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവരുടെ ആകുലതകളിൽ പങ്കുകാരാകുക, അവരുടെ ദുഃഖത്തിൽ പങ്കുകാരാകുക, അവരുടെ ആവശ്യങ്ങളിൽ ആവശ്യത്തോളം നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും കൃപയ്ക്കും ഒത്തവണ്ണം പ്രതികരിക്കുവാനുള്ളൊരു മനസ്സ്, അവരുടെ വേദനകളിൽ വേദനിക്കുക, അവരുടെ സുഖങ്ങളിൽ സന്തോഷത്തിൽ സന്തോഷിക്കുക. അത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവമാണ്, അനുഗ്രഹമാണ്. സ്തോത്രം. വില്ലിങ്നെസ് ടു സെർവ്. സെർവ് ചെയ്യാത്ത ഒരാളിനും ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. സ്വയം സെൽഫ് ആറ്റിറ്റ്യൂഡിൽ, സ്വയനീതിയിൽ, സ്വയം വളരുവാനുള്ള ആഗ്രഹത്തിൽ ഒരുവനും വളരാൻ ഒക്കത്തില്ല. നാം വളരുമ്പോൾ നമ്മളോടൊപ്പം മറ്റുള്ളവരും വളരുവാനുള്ള ആഗ്രഹത്തെയും അതിനുള്ള അഭിവാഞ്ചയും അതിന് വളർത്തുവാനുള്ളൊരാഗ്രഹവും ക്രിസ്തുശിഷ്യന് എപ്പോഴും ആവശ്യമാണ്. സ്തോത്രം. 5, ബോൾഡ്നെസ് ഇൻ ഇവാഞ്ചലിസം. അതിപ്രധാനമാണ്. ഇതെല്ലാം ഒരു ക്രിസ്തുശിഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അവനൊരാളിനെ കണ്ടാൽ സുവിശേഷം പങ്കുവെക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹം, കർത്താവിനെക്കുറിച്ച് പറയാൻ. നിങ്ങളും ഞാനും ശ്രദ്ധിക്കുക. ഒരു ദൈവഭക്തി അല്ലാത്ത, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത, കർത്താവിനെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കർത്താവിനെ ആഴത്തിലൊന്നും അറിയത്തില്ല, ഉപരിതലത്തിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആഴത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ചില അനുഭവങ്ങളിലൂടെ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തെ ആഴമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരാളിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ, നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ജോലി സ്ഥലത്തുണ്ടെങ്കിൽ, നമ്മളോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ആ ബോൾഡ്നെസ് നമുക്കില്ലെങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ വചനത്തെക്കുറിച്ചും അവൻ്റെ നിത്യസത്യ സുവിശേഷത്തെക്കുറിച്ചും ലജ്ഞയുള്ള ഒരാളിനും ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. ലജ്ജിക്കാതെ യേശുവിൻ്റെ വചനത്തെ, യേശുവിൻ്റെ സ്നേഹത്തെ, യേശുവിൻ്റെ സുവിശേഷത്തെ പറയാനുള്ള ബോൾഡ്നെസ്, അത് മരണമോ ജീവനോ, ദാരിദ്ര്യമോ പട്ടിണിയോ, ആമേൻ, വാളോ ആപത്തോ, എന്ത് കാര്യത്തിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ക്രിസ്തു ശിഷ്യനെ വേർപെടുത്താൻ സാധ്യമല്ല. അത് ബോൾഡായി ഡിക്ലെയർ ചെയ്യുന്നവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ, ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എ ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒന്നിന്ന് പകലിൽ ഇവിടെ ഇരിക്കുമ്പോൾ, ഈ വചനത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ എന്ന് പറയാം, കർത്താവേ, ഞാൻ അങ്ങനെയുള്ള ഒരാളാണോ? നിന്നോട് വിശ്വസ്തത ആചരിക്കുന്ന, നിൻ്റെ വചനത്തെ ലജ്ഞയില്ലാതെ, എൻ്റെ മാനാപമാനങ്ങളോ സ്ഥാനമാനങ്ങളോ, എൻ്റെ ജീവിതത്തിൽ നാളെ ഇത് പറഞ്ഞത് മുഖാന്തരം എന്തെങ്കിലും സംഭവിക്കുമെന്നോ, നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കൊള്ളട്ടെ, ഗെയിൻ ഓർ ലോസ്, എന്ത് വന്നാലും ആമേൻ, എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങയുടെ വചനത്തിനു വേണ്ടി നിൽക്കും. അങ്ങയുടെ സുവിശേഷത്തെ ലജ്ഞയില്ലാതെ ഞാൻ പറയും. തീരുമാനമെടുക്കുക. ഈ വചനത്തിൻ്റെ മുന്നിൽ, ഈ വചനത്തോട് നിങ്ങൾ സത്യസന്ധരാകണമെങ്കിൽ, ഈ വചനത്തോട് നിങ്ങൾക്ക് പ്രതികരിക്കണമെങ്കിൽ, ഈ വചനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, ഈ കാര്യങ്ങളിൽ
ആമേൻ, ഒരു ഡിസൈപ്പിൾ എന്നുള്ള പദവിയിൽ കർത്താവ് എല്ലാവരെയും ശിഷ്യത്വത്തിലേക്കാണ് വിളിച്ചത്. ശ്രദ്ധിക്കുക, വിശ്വാസി എന്ന പദത്തിൽ നിന്ന് ഉയർന്ന് ഒരുവൻ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ക്രിസ്തു മഹാഗുരുവെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ അനേകം മത നേതാക്കന്മാർ യേശുവിനെ ഗുരുവായി അംഗീകരിക്കുന്നവരുണ്ട്. നല്ല കാര്യങ്ങളെ പറഞ്ഞു തന്ന ഒരാൾ, നല്ല മോറൽസ്, എത്തിക്സ് ഒക്കെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത ഒരാളെന്നുള്ള ഗുരുവായി യേശുവിനെ അറിയുന്നവരും അനുകരിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ഉണ്ട് ഈ ലോകത്ത്. പക്ഷേ ഇവിടെ പറയട്ടെ, സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുന്ന എത്ര പേരുണ്ട്, സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് കർത്താവിനെ എല്ലാത്തിലും ഉപരിയായി. 6, എ ടീച്ചബിൾ സ്പിരിറ്റ്. ഒരു ശിഷ്യൻ പഠിച്ചതെല്ലാം പഠിപ്പിക്കും. പഠിച്ചത് ഹൃദയത്തിനകത്ത് കൊണ്ട് നടക്കുന്നവനല്ല, അവൻ ആവേശമാണ്. എന്ത് പഠിച്ചോ അത് പകർന്നു കൊടുക്കുക, ഇമ്പാർട്ട് ചെയ്യുക. ഒരു ശിഷ്യൻ്റെ അതിപ്രധാനമായ ക്വാളിറ്റിയാണ് പഠിച്ചത്. ഒത്തിരി ഒന്നും നമുക്ക് അറിയത്തില്ലായിരിക്കാം, കർത്താവിനെക്കുറിച്ച് ഒത്തിരി നമുക്ക് ആഴത്തിൽ അറിയത്, ഒത്തിരി വെളിപ്പാടുകളൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ യേശു സ്നേഹമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ, യേശു നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അത് ആ സ്നേഹത്തെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരു ടീച്ച് ചെയ്യാൻ ഒരാളിനോട് നമുക്ക് പറയാനുള്ള ആർജവം, ബോൾഡ്നെസ്, വില്ലിങ്നെസ്, ആ കർത്താവിനോടുള്ള ലോയൽറ്റി, ഇതൊക്കെ നിലനിർത്തി മുന്നോട്ട് ടീച്ചബിൾ സ്പിരിറ്റുള്ള ഒരാളിന് മാത്രമേ ക്രിസ്തുവിൻ്റെ നല്ല ശിഷ്യനായിരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ അങ്ങനെ ഒരു ശിഷ്യയായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്ത് പറഞ്ഞാട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എപ്പോഴും ഞാൻ പറയുന്നത്, 200 വർഷം ആരും ഇവിടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. 200 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നരകിക്കും, ഇവിടെ പ്രയാസപ്പെടും. ദൈവം നമുക്ക് തരുന്ന ആയുസ് അല്പമാണ്, അത്ര ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. ഇവിടുന്ന് എവിടെ വരെ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് തീരുമാനമെടുക്കാം, എനിക്ക് തരുന്ന ഈ ആയുസ് യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ കമ്മിറ്റഡാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, നല്ല ജോലി അല്ലെങ്കിൽ നമുക്ക് തരുന്നുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നല്ല ഭവനമുണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുമുണ്ട്. എന്ത് പ്രയോജനം ദൈവരാജ്യത്തിന്? കർത്താവ് നമ്മളോട് ചോദിക്കാൻ, ഞാൻ നിനക്ക് തന്ന ഈ നന്മയും അനുഗ്രഹവും വിടുതലുകളും ആശ്വാസവും സമാധാനവും ദൈവരാജ്യത്തിന് എന്തെങ്കിലും ബെനിഫിറ്റാണോ? ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട അതിശക്തമായ ആത്മീയ ചോദ്യമാണ് ഹൃദയത്തിൽ. എന്താണ് ആമേൻ യേശുവിനോടുള്ള, കർത്താവ് എനിക്ക് തന്ന നന്മ, അനുഗ്രഹം, വിടുതൽ, ആശ്വാസം, സമാധാനം, ഈ ലോക ജീവിതത്തിൽ ഇപ്പോഴെൻ്റെ സ്റ്റാറ്റസ്, ഇതൊക്കെ ആര് തന്നതാ? നമ്മൾ കർത്താവിന് എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ തിന്ന് കുടിച്ച് ഉറങ്ങി ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിങ്ങനെ മുന്നോട്ട് പോകുന്ന, ഒട്ടും പ്രയോജനമില്ലാത്ത, ദൈവസന്നിധിയിൽ പ്രയോജനമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അത് ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇന്ന് പകലിൽ പതിയട്ടെ. ഞാൻ യേശു എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടി നന്മ ചെയ്തെങ്കിൽ, അവൻ എനിക്ക് ആ വീണ്ടെടുപ്പ് നൽകിയെങ്കിൽ, എനിക്ക് രക്ഷ നൽകിയെങ്കിൽ, നിത്യജീവൻ്റെ അവകാശിയായി കർത്താവ് എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, അവൻ എന്നെ വിളിച്ചെങ്കിൽ, എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, എനിക്ക് യേശുവിന് വേണ്ടി എനിക്ക് ആവുന്ന വിധത്തിൽ എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ, ആ പ്ലാറ്റ്ഫോമിൽ എവിടെയാണ് ദൈവം എന്നെ, ഒരു ഇവാഞ്ചലിസ്റ്റാണോ, ആമേൻ, യേശുവിൻ്റെ സ്നേഹത്തെ പറയുന്നവനാണ്, ഒരു ആശ്വാസവാക്ക് ഒരാളിനോട് പറയുന്ന ഒരാളാണോ, ഏത് വിധത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, ആമേൻ, അങ്ങനെ ഏതെങ്കിലും തലത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതാണ്, നിങ്ങളുടെ ഏരിയ ഓഫ് വർക്ക് ഏതാണ്, സ്പിരിച്വൽ ഏരിയ ഏതാണ്, അത് കണ്ടെത്തി അവിടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. വെറുതെ ഇങ്ങനെ ജീവിച്ചു. കർത്താവിന് കരുണയുള്ളവനാ, ദയുള്ളവൻ, അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഓരോന്നും അവൻ നമ്മുടെ ജീവിതത്തോട് കണക്കിട്ടാൽ ഒരു മനുഷ്യൻ പോലും ഈ ലോകത്ത് നിലനിന്ന് പോകത്തില്ല. വചനപ്രകാരം വചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 7 ജനറോസിറ്റി. സ്തോത്രം. എല്ലാം കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം. സ്നേഹമായിക്കൊള്ളട്ടെ, കയ്യിൽ ദൈവം തന്ന നന്മകളായിക്കൊള്ളട്ടെ, പങ്കിടാൻ മനസ്സില്ലാത്തവന് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. നമ്മെ അവൻ സ്നേഹിച്ച മഹാസ്നേഹം. കരമേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മഹാസ്നേഹത്തിൻ്റെ ഉടമകളാണ് ഇവിടെ ഇരിക്കുന്നത്. സാധാരണ സ്നേഹമല്ല, ക്രിസ്തുവിൻ്റെ മഹാസ്നേഹത്തെ സ്വീകരിച്ച ദൈവത്തിൻ്റെ ജനമാണ് ഇവിടെ ഇരിക്കുന്നത്. വിശുദ്ധരാണ് ഇവിടെ ഇരിക്കുന്നത്. വേർപെട്ട ജനമായിരിക്കുന്നത്, തനിച്ചു പാർക്കുന്ന ജനമാണ്. ജാതികളുടെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞേ, ഞാൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവൻ, ഞാൻ തനിച്ചു പാർക്കുന്ന ജനം. വിശുദ്ധൻ എന്ന പേര്, ദൈവമകൻ, മകൾ എന്ന പദവി, സ്റ്റാറ്റസ്, സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി എനിക്ക് തന്ന കർത്താവിൻ്റെ സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി അതാ. എത്ര വലിയ പദവികളെക്കാളും അത്യുത്തമവും അതിശ്രേഷ്ഠവും അനുഗ്രഹകരമായ ഒരു പദവി ഉണ്ടെങ്കിൽ
സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. അതൊന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ മകൻ, മകൾ. ആ പദവിയിൽ വലുതായ ഒരു പദവി ഈ ലോകത്തിലില്ല. ദ ഗ്രേറ്റ് സ്പിരിച്വൽ പ്ലാറ്റ്ഫോം, അത് കണ്ടെത്തുവാൻ കൃപ നമുക്ക് കർത്താവ് തരുമാറാകട്ടെ. പെർസിവറൻസ്. ഹല്ലേലൂയ. സ്വയം ശുദ്ധതയോടെ നടക്കാൻ, ദൈവസന്നിധിയിൽ ആരെന്ന ബോധ്യത്തോടെ നടക്കാൻ വചനം നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ ശ്രേഷ്ഠരായി നടക്കുവാനുള്ള ദൈവകൃപ. ഞാൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. 9, ഇൻറ്റഗ്രിറ്റി. അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യം, വലിയ ഒരു നല്ല ക്ലാസ് എടുത്തതാണ് ഞാനിവിടെ. ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ഒരാളിന് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ചായുന്ന മതിലും ഒന്നുമല്ല ദൈവത്തിൻ്റെ പൈതലെന്ന് പറയുന്നത്. വിശ്വസ്തനാണ്, ആത്മാർത്ഥതയുള്ളവനാണ് അവൻ. സ്തോത്രം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലവ് ഫോർ അതേഴ്സ്. കഴിഞ്ഞ വചനപഠനത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിൽ അല്പമായി നമ്മൾ ശ്രദ്ധിച്ചു, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പകയും വിദ്വേഷവും പിണക്കവും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരാളിന് പോലും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമാൻഡ്മെൻറ്റ് ടു ലവ് അതേഴ്സ്, ഒരു സമർപ്പണവും ദൈവവചനത്തിൻ്റെ അനുസരണം, ഒരു ഉത്തരവാണത്. ദൈവത്തിൻ്റെ ഒരു അനുശാസനമാണ്, കർത്താവിൻ്റെ ഒരു ആജ്ഞയാണ്, ഒരു കൽപ്പനയാണ്. നിങ്ങൾ സ്നേഹിക്കണമെന്നുള്ളത്. ഇറ്റ് ഈസ് എ സെൻട്രൽ ടു ക്രിസ്ത്യൻ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും അതിപ്രധാനമായ ഒരു ടീച്ചിങ്ങാണ്. സ്തോത്രം. ലവ് ഫോർ അതേഴ്സ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുമ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലേ? നമ്മളെ കവിഞ്ഞിഷ്ടം വേറൊരാളിനോട് നമുക്കില്ല. നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്താൽ നമ്മെ സ്നേഹിക്കുന്ന പോലെ വേറൊരാളിനെ നമ്മൾ സ്നേഹിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ് നമുക്ക് പ്രധാനം. അനിഷ്ടങ്ങളിൽ പുറംതിരിഞ്ഞ് നിൽക്കുകയും ഇഷ്ടങ്ങളോട് ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. സെൽഫാണ് അവനെ കൂടുതലും നയിക്കുന്നത്, നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സ്വയം ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞടങ്ങുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. മറ്റുള്ളവർക്ക് അവൻ പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കും. അവൻ കത്തിത്തീരുകയാണ് ഈ ലോകത്ത്, അല്ലെങ്കിൽ അവൾ കത്തിത്തീരുകയാണ് ഈ ലോകത്ത്. അവൻ കത്തിത്തീരുമ്പോൾ, അവൾ കത്തിത്തീരുമ്പോൾ, മെഴുകുതിരി പോലെ അവൻ്റെ ആയുസ് കുറഞ്ഞു വരുമ്പോൾ ലോകത്തിന് സമ്മാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ അതിശക്തമായ വെളിച്ചത്തെയാണ് അവൻ പ്രസരിപ്പിക്കുന്നത്. ആ വെളിച്ചത്തിലൂടെ പലരും, ഇരുട്ടിൽ നടന്ന വലിയൊരു ജനം ഗലീലയിലും യഹൂദ്യയിലും യെരൂശലേമിലും, ആമേൻ, ഇരുട്ടിലെ ജനം ഒരു സത്യവെളിച്ചം കണ്ടു. അത് യേശു കർത്താവിൻ്റെ സത്യവെളിച്ചമാകുന്ന അവൻ നടന്നപ്പോൾ അവിടുന്ന് എല്ലായിടങ്ങളിൽ നിന്നും ഇരുട്ടുമാറാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം കെടുത്തിക്കളയുന്ന ശക്തികൾ മാറണമെങ്കിൽ, ആമേൻ, നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം സ്വസ്ഥമാകും. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഹല്ലേലൂയ. അതിശക്തമായ ഒരു ആത്മീയ മർമ്മത്തെ പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ, നമ്മുടെ ഹൃദയം ക്ലീൻ ഹാർട്ടാകണമെങ്കിൽ, നമ്മുടെ ഹൃദയം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നിഷ്കളങ്കമാകണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തെ പക, വിദ്വേഷമൊക്കെ മാറും. സ്വാഭാവികമാണ്. ജഡത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം. സംഭവത്തോട് പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നമ്മളുള്ള ആകുലതകളും വിഷമങ്ങളും നമ്മളെ മുറിവേൽപ്പിച്ചവരോടുമൊക്കെ നമ്മൾ വല്ലാതെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യ ജന്മമാണ് നമ്മുടേത്. പക്ഷേ അങ്ങനെ പ്രതികരിക്കുമ്പോഴും കുറേ നിമിഷങ്ങൾ കഴിയുമ്പോൾ ആശ്വാസപ്രദനായ നമ്മളെ തിരുത്തുന്ന, നമ്മളെ മാറ്റാൻ, ഹല്ലേലൂയ, നമ്മളെ നേർവഴിക്ക് കൊണ്ടുവരുവാനുള്ള പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. നീ തെറ്റാണ് പറഞ്ഞത്, തെറ്റാണ് ചിന്തിച്ചത്. നിങ്ങൾക്കും എനിക്കും അങ്ങനെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്തൊരു തെറ്റിനോട്, ആകാത്തൊരു കാര്യത്തോട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംവദിക്കുന്നെങ്കിൽ, നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം, നിങ്ങൾ ദൈവ പൈതലെന്ന ഐഡൻറ്റിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. കർത്താവ് നിങ്ങളെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. മടങ്ങി വരാൻ കർത്താവിന് ആഗ്രഹമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. തെറ്റില്ലാത്തവരല്ല നമ്മളെല്ലാം. എന്നെ നോക്കിയാൽ നിങ്ങൾക്ക് 100,000 തെറ്റുകൾ, എനിക്ക് നിങ്ങളെ നോക്കിയാൽ പലതും പറയാൻ കാണും. പക്ഷേ ദൈവസന്നിധിയിൽ എത്ര തെറ്റുകുറ്റങ്ങൾ നമുക്കുണ്ടെങ്കിലും സ്നേഹമെന്ന അഗപ്പേ, സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നെങ്കിൽ നമ്മോട് തന്നെ നമ്മൾ ശുശ്രൂഷിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിനകത്തൊരു സ്വസ്ഥത വരും, ശാന്തത വരും. സ്വസ്ഥതയില്ലാത്തവരാ, സമാധാനമില്ലാത്തവർ, ആയിരക്കണക്കിന് കാര്യങ്ങൾ ഒരു 24 മണിക്കൂറിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ശരവേഗം പോലെ
ചിന്തകളുടെ ആധിക്യം കടന്ന് ബോംബ് പോലെ, മിസൈല് പോലെ പൊട്ടിത്തെറിക്കുന്ന ചിന്തകളുമായി നടക്കുന്നവനാണ് ഒരു മനുഷ്യജന്മം ഈ ലോകത്ത്. അതിൻ്റെ ഇടയിൽ ആമേൻ പരിശുദ്ധാത്മാവിനൊരിടം കൊടുത്താൽ ആമേൻ നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കാൻ, നമ്മുടെ ചിന്തകളെ ക്രിസ്താനുരൂപമായി കൊണ്ടുപോകുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി രൂപപ്പെടുത്തുവാൻ, നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കും, നടത്തും. കരമേർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ആരാ? ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ഡയറക്റ്റ് കമാൻഡ്മെൻറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ എ ഗൈഡ് ലൈൻ ഓർ സജഷൻ അല്ല. എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് ഡയറക്റ്റ് കമാൻഡാണ് ദൈവത്തിൻ്റെ. ആമേൻ. അതൊരു ഫീലിങ്സോ എമോഷനോ ഒരു സെൻറ്റിമെൻറ്റോ മാത്രമല്ല. അതിനപ്പുറത്തേക്ക് an active selfless commitment. ഒന്നുകൂടെ പറയാം, an active selfless commitment to the living God, to the servants of God, to the sons and daughters of ദൈവത്തിൻ്റെ ജനത്തോടുള്ള ആ സ്നേഹത്തിൻ്റെ പ്രസരണം, പ്രതികരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നിന്നുള്ള ദൈവം. ആ പാട്ട് പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്കൊന്ന് പാടാം ആ പാട്ട്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ആത്മാർത്ഥമായിട്ടൊന്ന് പാടാം ആ പാട്ട്. ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കണമെങ്കിൽ ദൈവസ്നേഹത്തെ അറിഞ്ഞവർക്ക് മാത്രമേ എല്ലാവരെയും ഹൃദയം തുറന്ന് പകയോ പിണക്കമോ മുൻവിധികളോ ഇല്ലാതെ ജഡ്ജ്മെൻ്റലായ ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ സ്നേഹിക്കാൻ ഒരുവന് കഴിയണമെങ്കിൽ ദൈവസ്നേഹം അറിഞ്ഞ അനുഭവിച്ച ആളിന് മാത്രമേ കഴിയത്തുള്ളൂ. പാട്ടുപാടാൻ അറിയാവുന്നവർ എൻ്റെ കൂടെ പാട്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ